ജീവിതം എല്ലായ്പ്പോഴും നമ്മൾക്ക് ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് തരുന്നില്ല. ചില ദിവസം നമ്മൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടില്ല. ചില ദിവസം ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അങ്ങനെ തിരക്കിട്ട ഒരു ജീവിതം ഒരു സാഹചര്യമായിരിക്കും. അതേപോലെ തന്നെയാണ് വീട്ടിൽ വിളക്ക് വയ്ക്കുക എന്നൊരു കാര്യവും. ഒരുപാട് ആളുകൾക്കാണ് ഒരു ചെറിയ വിളക്ക് വയ്ക്കാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ളിൽ ഒരു സങ്കടമൊക്കെ ഉള്ളത്. നാളെ മുതൽ ഞാൻ റെഗുലറായിട്ട് വിളക്ക് വയ്ക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഉറങ്ങുന്നവരുമുണ്ട്. പക്ഷെ രാവിലെ ഉറക്കമുണർന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പ്രതിജ്ഞകളെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. എങ്കിലും ഈ ചിന്തയിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാകുന്നത് ആത്മീയതയല്ല. ആത്മീയത എന്ന് പറയുന്നത് ജീവിതം ഓരോ ദിവസവും നമ്മളെ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്, ആ സാഹചര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി അതോടൊപ്പം ശാന്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് ആത്മീയത. അതുകൊണ്ട് ദിവസവും വിളക്ക് വയ്ക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിളക്ക് വയ്ക്കാൻ കഴിയാത്തതിനുള്ള കാരണം നിങ്ങൾക്കുണ്ട്. ആ കാരണം ദൈവം മനസ്സിലാക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ഏതൊരു അല്ലെങ്കിൽ ഒരു വീടിനെ എടുത്തു കഴിഞ്ഞാൽ ഈ രാവിലെ സമയങ്ങൾ ഒരുപാട് ബിസി ഉള്ളതായിരിക്കും, അത്രയ്ക്ക് വിലപ്പെട്ടതായിരിക്കും. ഓരോ വീടുകളിലും ഓരോ സാഹചര്യങ്ങളായിരിക്കും. ചില വീടുകളിൽ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാറുണ്ടാവും. ചില വീട്ടിൽ വൃദ്ധരായ ആൾക്കാരുണ്ടാവും, അവരെ നോക്കണം. ചിലർക്ക് കുക്കിങ്, ക്ലീനിങ്, ജോലി ഇതെല്ലാം ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ആളുകൾക്ക് വിളക്ക് വയ്ക്കാൻ ഒരു നിമിഷം പോലും കിട്ടാതെ പോകുന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. ദൈവം അത് മനസ്സിലാക്കുന്നില്ലേ? ദൈവം നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചു. മനുഷ്യർക്ക് പരിമിതികൾ ഉണ്ടാവുമെന്ന് ആ ദൈവത്തിന് അറിയുന്നില്ലേ? കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവർക്ക് വിളക്ക് വയ്ക്കുന്നത് ഒരു ടാസ്ക് അല്ല, ഒരു എഫേർട്ടാണത്. ചിലരുടെ കൈകൾ വിറയ്ക്കും. ചിലർക്ക് താഴെ കുനിഞ്ഞ് വിളക്ക് വയ്ക്കുന്നത് അത്രയ്ക്ക് തന്നെ ശരീരത്തിന് വേദനയായിട്ട് തോന്നും. അവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിലും ശരീരം അത് അനുവദിക്കാറില്ല. അപ്പോൾ ഭക്തി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴും അവരുടെ മനസ്സിൽ ഭക്തിയുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അവരെ അതിനനുവദിക്കുന്നില്ല. ഒരു ശ്വാസം പോലും വേദനയോടെ എടുക്കുന്ന ഒരാൾ തൻ്റെ ഉള്ളിലെ ദൈവത്തെ ഓർക്കുന്ന ആ നിമിഷം തന്നെയാണ് ഭഗവത് പൂജയുടെ ഏറ്റവും വലിയ രൂപമെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ദീപം വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. ചെറിയ കുട്ടികൾ, ഇല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ, കാറ്റ് കൂടുതലുള്ള വീടുകൾ, ഇവിടെയൊക്കെ ഒരു ദീപം തെളിച്ച് വയ്ക്കുന്നത് അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്കൂടെ പോകാം. ദൈവം നമ്മളോട് അപകടം ഏറ്റെടുക്കാൻ പറയുന്നില്ല. ദൈവം നമ്മളോട് ഡിവോഷൻ വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഡേഞ്ചർ വേണ്ടെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ചിലർക്ക് തോന്നും, മറ്റുള്ളവർ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്നുണ്ട്, എനിക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ ഇതുപോലെയാണോ എന്ന് ചിന്തിക്കുക. അവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഇതുപോലെ തന്നെയാണോ? ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമായ വഴികളാണ് തന്നിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ വഴിയിലൂടെയാണ് നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് മറ്റുള്ളവരുടെ ഭക്തിയുമായി നമ്മളെ താരതമ്യം ചെയ്യേണ്ട. ഭക്തി ഒരു ശീലമല്ല, അതൊരു ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഈ വിളക്ക് വയ്ക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ റിച്വലാണ്. എങ്കിലും ഭക്തിയുടെ മുഴുവൻ രൂപവും വിളക്കിലടങ്ങിയിട്ടില്ല. പ്രകാശം തെളിയിക്കേണ്ടത് വിളക്കിലല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാണ്. നമുക്ക് കഴിയുന്ന സാഹചര്യത്തിൽ കഴിയുന്ന ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കാം. വയ്ക്കുന്ന നിമിഷം അത് ഒരു എന്താ പറയുക, ഒരു ശുഭത്വത്തിൻ്റെ പ്രതീകമായി മാറും. പക്ഷേ വയ്ക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിഷമിക്കാതെ ഒരു നിമിഷം മാത്രം കണ്ണടച്ച് ഒരു ശ്വാസമെടുത്ത് ഒരു മൂലയിൽ കരുണയോടെ നമ്മളെ നോക്കുന്ന ആ ദൈവത്തെ ഓർക്കാം. ആ ഒരു നിമിഷം പ്രാർത്ഥനയായി മാറുകയാണ്. ആ ഒരു നിമിഷം പൂജയായി മാറുകയാണ്. ആ ഒരു നിമിഷം ഒരു വിളക്കിൻ്റെ പ്രകാശത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളതാകും. പക്ഷേ അങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം, ഒരു ദീപം വയ്ക്കാൻ നിങ്ങൾക്ക് അതിനുള്ള സമയമോ സാഹചര്യങ്ങളോ ഇല്ല എന്നുള്ളവർക്ക് മാത്രമാണത്. അതേസമയം സമയമുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ മനസ്സില്ല എങ്കിൽ, ആ സമയം നിങ്ങൾ മറ്റു പലതിനുമാണ് ചെലവഴിക്കുന്നതെങ്കിൽ
അവിടെ അത് ഭക്തിയല്ല, അതിനെന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പിന്നാലെ എപ്പോഴും അവർക്ക് ഓടിക്കൊണ്ടേയിരിക്കണം. ഇന്ന് ഒരു പരിഹാരം ചെയ്യാൻ ഒരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വേറെ ഒരിടത്ത് പോകും, അതിനടുത്ത ദിവസം വേറൊന്ന് ചെയ്യും. ഇങ്ങനെ മാറ്റി മാറ്റി അവരുടെ ഓരോ പരീക്ഷണങ്ങളും ഓരോ പരിഹാരങ്ങളും അവർ ജീവിതത്തിൽ അവർ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവരവസാനം വരെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ദൈവത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട ഈ സമയത്തെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ചിലർ സോഷ്യൽ മീഡിയയിലായിരിക്കും, ചിലർ ലൈവ് പ്രോഗ്രാമിലായിരിക്കും, ചിലർ കിച്ചണിൽ തന്നെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെയല്ലേ, കിച്ചണിൽ തന്നെ ഒരു ലൈവ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചെയ്യുന്നവർക്ക് സമയങ്ങൾ ഒരുപാടുണ്ട്. വീട്ടിൽ ത്രിസന്ധ്യാ സമയത്ത് ആ ഒരു ദീപം വെച്ച് അതിൻ്റെ മുന്നിൽ ഒരു 5 നിമിഷം തൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരുന്ന് ഭഗവാനോട് തൻ്റെ സങ്കടങ്ങളെല്ലാം ആ ഒരു ദീപപ്രഭയിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കുന്ന ആ ഒരു ചടങ്ങ് ചെയ്യാൻ ആർക്കും സമയമില്ല. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം കാലക്രമേണ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരും. ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് എത്ര വിളക്ക് വയ്ക്കാൻ കഴിഞ്ഞു എന്നതിലല്ല. ദൈവം ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് എത്ര നിഷ്കളങ്കമാണ്, എത്ര സത്യസന്ധമാണ്, എത്ര നന്ദിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നതിലാണ്. നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ വളരെയധികം ബിസിയായ ഓരോ ദിവസങ്ങളായിരിക്കാം. ആ ബിസിയായ ദിവസങ്ങളിൽ നമ്മൾ ഭക്തിയെ അല്ലെങ്കിൽ ആ ബിസിയായ സമയങ്ങളിലൊന്നും ആ ദൈവങ്ങളെ ഓർക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഭക്തിയോടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഭക്തി മങ്ങുന്നില്ല. നമ്മളിലുള്ള ഭക്തി അവിടെ അണയുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ടയേർഡാണ്. അപ്പോൾ സംശയിക്കേണ്ടാത്തത് കാര്യം നമ്മുടെ തളർന്ന മനസ്സിൽ നിന്നുള്ള ഒരു ചെറിയ ദൈവമേ എന്നെ നോക്കിക്കോണേ എന്ന ഒരു പ്രാർത്ഥന. 10 വിളക്കുകൾ വെച്ചാലും കിട്ടാത്ത ശാന്തി അവിടെ കിട്ടും. അതുകൊണ്ട് തിരക്കിട്ട ജീവിതം കൊണ്ട് ദിവസവും വിളക്ക് വയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അതിന് സാഹചര്യമുള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ മനസ്സുകൊണ്ട് ആ സമയത്ത്, ആ ത്രിസന്ധ്യാ സമയത്ത് നിങ്ങളെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ആ സമയം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്നതിനേക്കാളിൽ ഫലം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ചിലർക്കുണ്ട് ഒരു ദിവസം വയ്ക്കും, അടുത്ത ദിവസം വയ്ക്കാൻ കഴിയില്ല. ഇതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ എന്താ പറയുക, ഇതൊരു റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ജോലി മാതിരിയില്ല. ഇത് നമ്മൾ ദൈവത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്മരണമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയോടെ, ഹൃദയത്തിൽ ഭക്തിയോടെ ഒരു നിമിഷം പോലും ദൈവത്തെ ഓർത്ത് ജീവിക്കുക എന്നത് മാത്രമാണ് ഓരോ മനുഷ്യൻ്റെയും കടമ. അത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ വിളക്ക്. അതൊരിക്കലും അണയില്ല, ആരും അത് അണയ്ക്കാനും പറ്റില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആ പ്രകാശം നിങ്ങളെ അനുഗമിക്കും. ദൈവം വിളക്കിൻ്റെ വെളിച്ചത്തിൽ താമസിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിലെ കാരുണ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് താമസിക്കുന്നത്. വിളക്കിൻ്റെ വെളിച്ചം കാറ്റിൽ അണഞ്ഞു പോകാം, പക്ഷേ ഭക്തിയുടെ വെളിച്ചം ഒരിക്കലും അണയില്ല. അതുകൊണ്ട് എൻ്റെ സാഹചര്യം ഇതാണ്, എനിക്ക് ദിവസവും വിളക്ക് വയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മകളൊന്നും വരില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ വരുന്ന ഓരോ അവസ്ഥകളും ദൈവം നമ്മൾക്ക് തന്ന കർമ്മഫലങ്ങളാണ്. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെ സറണ്ടറായി നമ്മളതിനെ അനുഭവിക്കാൻ തയ്യാറാകുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം മാറ്റി നമ്മളെ ഒരു നല്ല വഴിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. ആ ഒരു ചിന്തയോടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ വിളക്ക് കത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതിനുള്ള സമയങ്ങൾ എനിക്കില്ല എന്ന് പറയുന്നവർ ആ ത്രിസന്ധ്യാ സമയത്ത് ഭഗവാനെ ഒന്ന് സ്മരിക്കുക. അവിടെ നിങ്ങൾ വീട്ടിൽ വിളക്ക് വെച്ചതിന് തുല്യമാണത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.
അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ദീപം വയ്ക്കാൻ ശ്രമിക്കുക. ദീപം വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ദൈവസ്മരണ ഉണ്ടാകണം. ജീവിതം മാറും തീർച്ചയായിട്ടും.